എൻ്റെ പേര് സുനോജ്. ഇതെൻ്റെ മോള് സെറ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. രണ്ടാമത്തെ തവണയാണ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കിട്ടുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും പിതാവായ ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മ മാധ്യസ്ഥം വഹിച്ച് നടത്തി തന്നു. ഒന്നാമത്തെ എൻ്റെ കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയാണ്, എപ്പോഴും ചൊറിച്ചിലായിരുന്നു. കുളിപ്പിച്ചാലും ഏത് ടൈമിലും ഒരുപാട് മരുന്ന് തേച്ചു, ഓയിൽമെൻറ്റും ഒക്കെ തേച്ചതാണ്, പക്ഷേ മാറുന്നില്ല. അവസാനം ഞാൻ അമ്മയുടെ തൈലം അവളുടെ നെറ്റിയിൽ ചേർത്ത് വിശ്വാസപ്രമാണം ചെല്ലിച്ചു. കുഞ്ഞിനെയും കൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിച്ചു. അവളുടെ ആ ചൊറിച്ചിൽ അപ്രത്യക്ഷമായി. ഇപ്പോൾ അവൾക്ക് അങ്ങനത്തെ ചൊറിച്ചിലോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല. പിന്നെ എൻ്റെ കുഞ്ഞൊരു മലയാളം മീഡിയത്തിലായിരുന്നു ഞാൻ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ മരണം കഴിഞ്ഞ് എനിക്ക് ആ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല, കാരണം വണ്ടി 8 മണിക്ക് വരുമായിരുന്നു. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു CBSE സ്കൂളുണ്ട്. അവിടെ ആകുമ്പോൾ 9:15 വിട്ടാൽ മതി. ഞാൻ അന്നേരം കുഞ്ഞിനെ ആ സ്കൂളിലേക്ക് മാറ്റി. ഒരു സെമസ്റ്റർ കഴിഞ്ഞായിരുന്നു ആ സ്കൂളിൽ കൊണ്ട് ആക്കുമ്പോൾ. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊച്ചിനൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അവിടുന്ന് അവർ പറഞ്ഞു വിട്ടു, മാക്സിമം ഒന്ന് ട്രൈ ചെയ്യിക്കുക, KCB റൈറ്റ് പോലും അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തേച്ച് അവളുടെ ബാഗിനകത്ത് അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പും കൊടുത്തുവിട്ട് അമ്മയുടെ ഒരു ഫോട്ടോയും കൊടുത്തുവിട്ട് ഒറ്റ ആഴ്ച കൊണ്ട് ആ സ്കൂളിൽ ഏറ്റവും ടോപ്പാണ് എൻ്റെ കൊച്ച്. ഒരു മാർക്ക് പോലും കളയത്തില്ല, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്കാണ്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്ത എൻ്റെ കാര്യമാണ്. ഞാൻ 2019 കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 3,86,000 രൂപ ലോൺ എടുത്തിരുന്നു. ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ വൈഫ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വൈഫിന് ലോൺ കിട്ടിയ പേയ്മെൻറ്റും ഞാനിവിടെ പലരിൽ നിന്നും മേടിച്ച് ഒരാൾക്ക് 60 ലക്ഷം രൂപ വായ്പ കൊടുത്തിരുന്നു. അയാൾ എനിക്ക് ഇതുവരെ തിരിച്ചു തന്നില്ല. അത് ഞാൻ അമ്മേനെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു, അമ്മയെ കാണിച്ചിട്ടുണ്ട്. അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ലോൺ അടയ്ക്കാൻ അതുകൊണ്ട് പറ്റിയില്ല. 40,000 രൂപ ഇൻട്രസ്റ്റ് അടിച്ചു. പിന്നെ ഒരു കാരണത്താലും അടയ്ക്കാൻ പറ്റിയില്ല. എൻ്റെ അമ്മയെക്കൊണ്ടാണ് ഞാൻ ലോൺ എടുപ്പിച്ചത്. അമ്മ മരിച്ചു 6 മാസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, എത്രയും പെട്ടെന്ന് ലോൺ അടയ്ക്കണം. ഒരു മാർഗ്ഗവും ഇല്ല, കയ്യിൽ ഒരു ക്യാഷിന് ഒരു വഴിയില്ല, അയാളൊട്ട് പൈസ തന്നിട്ടുമില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മയെ ചെയ്യാൻ മാർഗ്ഗം എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, നീ എന്തായാലും ബാങ്കിലേക്ക് ചെല്ല്. ഞാൻ അമ്മയും കൂട്ടി, അതായത് ഉടമ്പടി കാശ് രൂപവും എടുത്ത് നേരെ കോപ്പറേറ്റീവ് ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിലെ മാനേജർ അവിടെ ഇല്ല, ലീവിലാണ്, സെക്രട്ടറി മാഡം. അപ്പം അതിന് ഇൻചാർജ് ആയിട്ടുള്ള സാറിനെ പോയി കണ്ടു. സാറ് പറഞ്ഞു, ഒരു കാരണത്താലും നടക്കത്തില്ല, കാരണം ലോൺ എടുത്ത വ്യക്തിയും വസ്തു പേരിലുള്ള വ്യക്തിയുമായ ആൾ മരിച്ചുപോയി, ലോൺ അടയ്ക്കാതെ ഒരു മാർഗ്ഗവും ഇല്ല, എത്രയും പെട്ടെന്ന് അടയ്ക്കണം. ഞാൻ വിഷമിച്ചിങ്ങി ഇറങ്ങിയപ്പോൾ അവിടുത്തെ 2 സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. റിസ്ക് ഫണ്ട് നിങ്ങളുടെ പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അവർ നേരെ പോയി കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ 500 രൂപ റിസ്ക് ഫണ്ട് പിടിച്ചിട്ടുണ്ട്, കുടിശ്ശിക ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സാധാരണ കോപ്പറേറ്റീവ് ബാങ്കിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നോക്കിയല്ല. അമ്മയുടെ ആ ഇടപെടൽ കൊണ്ടാണ് അവർ ആ റിസ്ക് ഫണ്ടിൻ്റെ കാര്യം നോക്കിയത്. ഞാൻ നേരെ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സാറ് ഞങ്ങളുടെ അവിടെയാണ് ഓഫീസ്. ഞാനിവിടെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ കാണാം, ഒരുപാട് വണ്ടി അവിടെയുണ്ട്, ഒരുപാട് പേര് സാറിനെ കാണാൻ വന്ന് നിൽക്കുന്നത്. ഞാനൊരു 3 പേജിൻ്റെ ഒരു അപേക്ഷ എഴുതി ഒരു സൺഡേയിൽ സാറിനെ കാണാൻ പോയി. ഭയങ്കര തിരക്കായിരുന്നു, എങ്കിലും സാറിൻ്റെ മുറിയിലോട്ട് എനിക്ക് കയറാനുള്ള അനുവാദം കിട്ടി. ഞാൻ ഈ അപേക്ഷ കൊണ്ട് 3-4 പേരകത്ത് നിൽപ്പുണ്ട്, അപേക്ഷ കൊണ്ട് സാറിൻ്റെ കൊടുത്തു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, നേർച്ച വസ്തുവായ ഉപ്പുമായിട്ടാണ് പോയത്. ഉടമ്പടി കാശ് രൂപ എൻ്റെ വലത് കൈ പിടിച്ചിട്ട് ഞാൻ ആ അപേക്ഷ ആ സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. സാറ് 3 പേജും ഫുൾ വായിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഇങ്ങനെ അപേക്ഷയൊക്കെ കൊണ്ട് ചെയ്താൽ അവർ ഇങ്ങനെ മൊത്തം ഒന്ന് ഓടിച്ച് നോക്കും, ഫോൺ നമ്പർ അതിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ, വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് വിടാറുള്ളൂ. 3 പേജും വായിച്ചിട്ട് ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് 1.5 ലക്ഷം രൂപ സാറ് വാങ്ങിത്തന്ന് എൻ്റെ മുതലിലേക്ക്, കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണിൻ്റെ മുതലിലേക്ക് അടച്ചു തന്നു. ബാലൻസ് പൈസ അടയ്ക്കാൻ 6 മാസത്തെ സാവകാശവും സാറ് മേടിച്ചു തന്നു. ഞാൻ സാറിനെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇത് എന്നെപ്പോലുള്ള അർഹതപ്പെട്ടവർ ചെല്ലുമ്പോൾ ഇനിയും ഇങ്ങനെ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ. അടുത്ത എൻ്റെ നിയോഗം, എനിക്ക് മുട്ടക്കോഴിയുടെ ബിസിനസ്സായിരുന്നു. 500 കോഴി ഉണ്ടായിരുന്നു. അമ്മ മരിച്ച്, ഞാനും അമ്മയും കൂടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞ് എനിക്കത് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായി. 250 കോഴിയെ ഒരാൾക്ക് കൊടുത്തു. ബാക്കി 250 കോഴി കിടക്കുക. ആ 250 കോഴി ആദ്യം കൊടുത്തത് നല്ല മുട്ടയിടുന്ന കോഴിയായിരുന്നു, ബാക്കി കോഴിക്ക് മുട്ട കുറവുമായിരുന്നു.
ഒരുപാട് പേരോട് ചോദിച്ചു, ഇറച്ചിക്കടയിലും കോഴിക്കടയിലും എല്ലാം ചോദിച്ചു, ആർക്കും വേണ്ട. കാരണം പോകാൻ ഭയങ്കര മടുപ്പാണ്, ബിസിനസ് ഭയങ്കര ഡള്ളാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കോഴിക്കൂടിൻ്റെ അടിയിൽ കൊണ്ട് നേർച്ച വസ്തുവായ ഉപ്പിട്ട് ഒരാഴ്ച വിശ്വാസ പ്രമാണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചൊല്ലി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോഴിക്കടക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 5 കോഴിയെ കൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ 5 കോഴിയെ കൊണ്ട് കൊടുത്തു. അയാൾ പറഞ്ഞു, ഇതിപ്പോൾ 2 ആഴ്ച കഴിയും തീരണമെങ്കിൽ, വേണമെങ്കിൽ ഞാൻ വിളിക്കാൻ കേട്ടോന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞില്ല, അയാൾ 15 കോഴിക്ക് വിളിച്ചു. 10 ദിവസം കൊണ്ട് എൻ്റെ 250 കോഴിയെയും അയാൾ എടുത്തു. ഭയങ്കര ഒരു അത്ഭുതം. കാരണം അയാൾക്ക് കോഴി വേണ്ടെന്ന് പറഞ്ഞതാണ്. അമ്മ എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു. അത് ഞാൻ 1000 നന്ദി പറയുന്നു. ഫെബ്രുവരി 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് 1,20,000 രൂപയുടെ സെൻറ്റ് ബെർണാഡ് എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിനെ വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലിയ ഡോഗ് ആയതുകൊണ്ട് ആരും മേടിച്ചുകൊണ്ട് പോവുകയില്ല. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മയെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ഡോഗിനെ വിൽക്കാൻ സാധിക്കണം, അമ്മ എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന്. ഫെബ്രുവരി 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തന്നെ എൻ്റെ ഡോഗിനെ മേടിക്കാൻ ആൾ വന്ന് എനിക്ക് ക്യാഷും തന്ന് എൻ്റെ ഡോഗിനെ കൊണ്ടുപോയി. അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും 1000 നന്ദി പറയുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വരുന്നതാണ്. നേരത്തെ വ്യാഴാഴ്ചയായിരുന്നു ധ്യാനം. ഒരു വ്യാഴാഴ്ച ഞാൻ വന്നപ്പോൾ ധ്യാനമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനിവിടെ ഇരുന്ന് കുറച്ച് ജപമാല ചൊല്ലി. എന്നിട്ട് അന്നേരം എന്നോട് പറയുക, നീ മെഡിക്കൽ കോളേജിൽ പോ. ഞാൻ മെഡിക്കൽ കോളേജ് 4-ാം വാർഡിൽ മാനസികാസ്വസ്ഥത ഉള്ളവരെ കാണാൻ എല്ലാ ആഴ്ചയിലും പോകുന്നതായിരുന്നു. ഞാൻ അന്ന് ഇവിടുന്ന് നേർച്ച വസ്തുക്കളെല്ലാം മേടിച്ച് ഒരു 10,900 രൂപയുടെ നേർച്ച വസ്തു മേടിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടത്തേക്ക് പനിയായിട്ട് കിടക്കുവാണ്. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിള്ളേർ സ്കൂൾ വിട്ട് വരും. എങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല. നേരെ 10,3500 രൂപ വീട്ടിലിരിപ്പുണ്ട്. അതും എടുത്ത് ഈ നേർച്ച വസ്തുവായിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൻ്റെ 4-ാം വാർഡിൽ ചെന്ന് അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. നേർച്ച വസ്തുക്കൾ കൊടുത്തു. അവർക്ക് വേണ്ടി വരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരപ്പച്ചനും അമ്മച്ചിയും ഒരു ബെഡിൽ ഇരുന്ന് പച്ചവെള്ളം കുടിക്കുക. 5 മണിയായി ആ ടൈമിൽ. ഞാൻ ചോദിച്ചത് തന്നെ വെള്ളം കുടിക്കുന്നേ, ചായ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു അവർക്ക് ആരുമില്ല, പൈസയുടെ ബുദ്ധിമുട്ടുമാണെന്ന്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് മൊത്തം കൊടുത്തു. 1000 രൂപ എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. എനിക്ക് ചിക്കൻ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകണം. ഞാൻ ഒന്നും കൊടുക്കാതെ പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറയുക, ചിക്കനേക്കാളും അത്യാവശ്യം അവർക്ക് ചായക്ക് ക്യാഷ് കൊടുക്കാൻ മേലേന്ന്. ഞാൻ തിരിച്ച് വന്ന് ആ 1000 രൂപയിൽ നിന്ന് 500 രൂപ അപ്പച്ചൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ചായ മേടിച്ച് കുടിക്കുക കേട്ടോ എന്ന്. എന്നിട്ട് ഞാൻ തിരിച്ച് ചിക്കനും ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ, ഇടവക പള്ളിയിലെ കൊടി കയറുവാണ്. കൊച്ചിൻ്റെ കൈ ക്യാഷ് കൊടുത്ത് വിടണം, ചേട്ടൻ്റെ പിള്ളേർക്ക് കൊടുക്കണം. ക്യാഷ് വരണമെങ്കിൽ 3-4 ദിവസം കൂടെ കഴിയും. ആരോടും ചോദിക്കാൻ മടിയും. അക്കൗണ്ടിൽ 1000 രൂപ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ഉറങ്ങാൻ കയറിയിട്ട് ഫോണിനകത്ത് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ടിനകത്ത് 35,000 രൂപ കിടക്കുന്നു. അന്ന് തന്നെ വന്നിരിക്കുന്നത്. ഞാൻ അന്നേരം വൈഫിനെ വിളിച്ചു. വൈഫ് 1,00,000 രൂപയാണ് അയക്കുന്നത്. ഈ 35,000 രൂപ അല്ല, സാലറി വന്നിട്ടുമില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അയച്ചിട്ടില്ല. പിറ്റേ ദിവസം ബാങ്കിലെ മാനേജർ എൻ്റെ ഫ്രണ്ടാണ്. ആ സാറിനെ പോയി ഞാൻ കണ്ട് സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഈ ക്യാഷ് എവിടുന്ന് വന്നതാണെന്ന് ഞങ്ങൾക്കൊരു പിടുത്തവുമില്ല, ഗവൺമെൻറ്റിൽ നിന്നോ വല്ലതും വന്നതായിരിക്കും. അങ്ങനെ 3,500 രൂപ മെഡിക്കൽ കോളേജിൽ കൊടുത്ത് ക്യാഷ് ഇല്ലാതെ വേദനിച്ച സമയത്ത് 35,000 രൂപ അമ്മ മാധ്യസ്ഥം വഹിച്ച് എനിക്ക് മേടിച്ചു തന്നു. 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ വെളുപ്പിനെ 3 മണിക്ക് അമ്മയുടെ സുഗന്ധത്തിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അടുത്തതാണ് ടൈം ഷോർട്ടിങ് എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്ന എൻ്റെ സാക്ഷ്യം. അതായത് എൻ്റെ വൈഫ് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ കോൺട്രാക്റ്റ് ബേസാണ്. ഇവിടെ സാക്ഷ്യം എഴുതി പ്രാർത്ഥിച്ചിട്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾക്ക് റിന്യൂവൽ ചെയ്ത് കിട്ടി. പിന്നെ ഒരു 6 മാസവും കൂടെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും മാറേണ്ടി വന്നു. എനിക്ക് ബാങ്കിൽ ലോണുണ്ട്. ഈ 60 ലക്ഷം രൂപ വായ്പ കൊടുത്ത ആൾ തന്നിട്ടില്ല. വല്ലാത്ത ഞെരുക്കം, എങ്ങനെ ലോൺ അടയ്ക്കും, വല്ലാതെ വേദനിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു അതൊരു വഴി കാണിച്ചു തരണമേ എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു UK-ക്കുള്ള ഒരു ബയോഡേറ്റ കൊടുക്കാൻ. ഞങ്ങൾ UK-ക്ക് നേരത്തെ കൊടുത്തതാണ്. ഒരു റിപ്ലൈ അവിടുന്ന് വന്നില്ല. ബയോഡേറ്റ കൊടുത്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബയോഡേറ്റക്കാർ എൻ്റെ വൈഫിനെ വിളിച്ചു. അവർ ബയോഡേറ്റ സെലക്ട് ആക്കി. എല്ലാം പെട്ടെന്ന് ടൈം ഷോർട്ടനിങ്ങാണ്. ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ എന്ത് ചെയ്താലും വൈഫ് IELTS എഴുതിയല്ല. UKV IELTS ആണ് എഴുതേണ്ടത്. അത് എഴുതിയല്ല. കാരണം പഠിത്തമായിട്ട് ടച്ച് വിട്ടുപോയി. ഉള്ളി പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. ഞാൻ വൈഫ് അറിയാതെ വൈഫിൻ്റെ ഫോട്ടോയുമായിട്ട് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ അമ്മേനെ കാണിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കവള് തടിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്.
ഞാൻ ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് വൈഫ് പറഞ്ഞു എക്സാമിനുള്ള ഡേറ്റ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അന്നേരം അമ്മ അത് ഏറ്റെടുത്തു. അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മ അത് സ്വീകരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എക്സാം പിറ്റേ മാസമായിരുന്നു. എക്സാം പാസ്സായി പോകുന്നതിന് 12 ലക്ഷം രൂപ വേണം. ഒരു കാശിന് ഒരു മാർഗ്ഗവും ഇല്ലാത്ത സമയം. ആ 12 ലക്ഷം രൂപയും എവിടുന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. തിരിച്ചു കൊടുക്കേണ്ടാത്ത ലക്ഷങ്ങളുണ്ട്. എന്തെങ്കിലും ഉള്ളപ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ എൻ്റെ വൈഫ് കയറി യു കെയിലെത്തി പിറ്റേ ദിവസം തന്നെ വൈഫ് ജോലിക്ക് കയറി 15 ദിവസത്തിനുള്ളിൽ എൻ്റെ വൈഫിന് വീട് അവിടെ കിട്ടി. അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം 3 മന്ത് സാലറി വന്നിട്ടേ ഉള്ളൂ. ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ വീട് വാടകയ്ക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ വീട് വാടകയ്ക്ക് കിട്ടുന്നതല്ല. അപ്പം ഞാനിവിടെ ആ ഞായറാഴ്ച ഇവിടെ സെപ്റ്റംബർ മാസമാണ്, വണക്കമ്മ 8 നോമ്പിൻ്റെ ടൈമിലാണ്. അപ്പം ഞാനിവിടെ വന്നു. അച്ഛനെ ഒന്ന് കാണാം എന്ന് പ്രാർത്ഥിക്കാം. കൊച്ചച്ഛനെയാണ് കാണാൻ ഉദ്ദേശിച്ചത്. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ആ പുറകിലോട്ട് പോയിരുന്നു. കാരണം 8 നോയമ്പാണ്, കൊച്ചിനോട് ഒച്ച വെക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ അതെല്ലാം മാറിക്കോളും. കൊച്ചച്ഛനെ കാണാൻ പുറകിൽ ചെന്ന് നിന്നിട്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛനൊരു ഫോണിൽ സംസാരിച്ച് അകത്തോട്ട് മാറി. അപ്പം വല്യച്ഛനും കൂടെയുള്ള സിസ്റ്ററും വേറെ 2-3 പേരും കൂടെ സ്പീഡിൽ നടന്നു വരിക. അച്ഛൻ എന്നോട് ചോദിച്ചു, ഇതെന്നാ മകനെ ഇവിടെ നീ നിൽക്കുന്നതെന്ന് ചോദിച്ചു. സൺഡേ ആണെന്ന് ഓർത്തോണം, ആരെയും അച്ഛൻ ബ്ലെസ് ചെയ്യുന്നതല്ല. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുമ്പോൾ ഒരു പ്രത്യേക നിയോഗം വെക്കും. VP ജോസഫ് അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കണമെന്ന്, അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അത് അച്ഛൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ പണ്ട് നോക്കത്തില്ല, എന്നെ ചിരിക്കാൻ തുടങ്ങി, പിന്നെ എന്നെ കൈപൊക്കി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര സ്നേഹമായി. അന്ന് ഈ വെളുപ്പിനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ ഇന്നെനിക്ക് അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നുള്ള തെളിവ് കാണിച്ചു തരണേന്ന്. ഞാൻ അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി കൊച്ചച്ഛനെ കാണാൻ വേണ്ടിയാണ് ശരിക്കും പുറകിൽ പോയത്. വല്യച്ഛനാണ് നടന്നു വന്നത്. ഈ വല്യച്ഛനെ നിങ്ങളോട് ചോദിച്ചു, അച്ഛൻ എന്നാ ചെയ്തു? തിരിഞ്ഞിങ്ങ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തലയിൽ എന്നാ മോനെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ പെട്ടെന്ന് എനിക്ക് പറയാൻ ഒന്നുമില്ലാഞ്ഞ്. ഞാൻ പറഞ്ഞു, വൈഫിന് വീട് കിട്ടിയില്ല അച്ഛാ, പെട്ടെന്ന് വീട് കിട്ടിയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ ഒരു 5 മിനിറ്റ് നേരം എൻ്റെ തലയിൽ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. സൺഡേ അച്ഛൻ ആരെയും തൊടുന്നതല്ല, പക്ഷേ എനിക്ക് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നുള്ള തെളിവ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അതേപടി ഇഷ്ടം അച്ഛൻ എന്നെ അവിടെ കാണിച്ചു. അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ എൻ്റെ വൈഫിന് അവിടെ വീട് ശരിയായതും ഭയങ്കര അത്ഭുതമാണ്. കാരണം അവിടെ 1 വർഷമായ സ്റ്റാഫുണ്ട്. അവർ ഹസ്ബൻഡിനെയും പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി വീട് എടുത്തിട്ടുണ്ട്. ആ പുള്ളിക്കാരിക്ക് ജോലി സ്ഥലത്ത് പെട്ടെന്ന് എന്തോ പ്രോബ്ലം ഉണ്ടായി. ആ പുള്ളിക്കാരിക്ക് അവിടുന്ന് മാറേണ്ടി വന്നു. അങ്ങനെ ആ പുള്ളിക്കാരിയുടെ വീട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഒരു സെക്യൂരിറ്റി പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് 15 മിനിറ്റ് യാത്രയ്ക്ക് ഉള്ളൂ അവിടുന്ന്. ആ വീട് ഞങ്ങൾക്ക് അമ്മ അനുവദിച്ചു തന്നു. അതുപോലെ അത്ഭുതകരമായിട്ടാണ് ആ വീട് കിട്ടിയത്. അതിന് ശേഷം എന്നെയും കൊച്ചിനെയും കൊണ്ടുപോകാനുള്ള പേപ്പർ വർക്കുകൾ ചെയ്യണം. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, വീട് കിട്ടിയല്ലോ, ഇനി പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പേപ്പർ വർക്കിനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. VFSൽ കൊണ്ട് ഫോം കൊടുത്തു. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി. ഞങ്ങൾ 2 പേരും ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 10 അല്ലെങ്കിൽ 14 വർക്കിംഗ് ഡേയ്സ് വേണം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചത് 10 ഡേയ്സിനുള്ളിൽ എൻ്റെയും കൊച്ചിൻ്റെയും വിസ വരണമെന്നുള്ളതാണ്. പക്ഷേ 3 ഡേയ്സിനുള്ളിൽ അവിടുന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ. ഞാൻ ഒരുപാട് പേടിച്ചു. കാരണം എൻ്റെ പെങ്ങൾ UK അവൾ പറഞ്ഞു 3 ദിവസം കൊണ്ട് വരുന്നത് റിജക്റ്റാണ്, അവൾക്ക് ആദ്യം അങ്ങനെ വന്നതാണ്. പിന്നെ അതുപോലെ എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ഇങ്ങനെ BFSC കൊടുത്തിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ വന്നു, കൊച്ചിൻ്റെ ഇതുവരെ വന്നില്ല, 2 മാസമായി, ഒന്ന് അവിടെ ചോദിക്കാവോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത്. ഞാൻ അന്നേരം അതും കൂടെ കേട്ടപ്പോൾ വല്ലാതെ വേദനിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ പത്രം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 കെട്ട് പത്രം അന്നുണ്ടായിരുന്നു. ആ പത്രവും കൊടുത്ത് വിശ്വാസ പ്രമാണവും ചൊല്ലി. പിന്നെ എനിക്ക് അച്ഛനെ 15 വർഷം പിടിച്ചു നിർത്തിയത് അച്ഛൻ പറയുന്നത് കർത്താവിൻ്റെ മാലാഹ ചൊല്ലി. എനിക്ക് ജപമാല കാണാതെ ചെല്ലാൻ അറിയത്തില്ല. കർത്താവിൻ്റെ മാലാഹ ആ ബസ്സേലിരുന്ന് ചൊല്ലി. ഞാൻ നേരെ കൊറിയർ ഓഫീസിൽ ചെന്ന് അവർ പാസ്പോർട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ കാശ് രൂപം വെച്ച് അതിൻ്റെ പൊക്കത്ത് വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. എൻ്റെ കൊച്ചിൻ്റെയാണ് ആദ്യം പൊട്ടിച്ച് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ വിസ അടിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് പുറകെ എൻ്റേത് നോക്കി. അതുപോലെ തന്നെ ഞങ്ങളുടെ 2 പേരുടെയും വിസ 3 ഡേയ്സിനുള്ളിലാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇത്രയെല്ലാം എനിക്ക് അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണ്ടേ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും 3 മണിയാവുമ്പോൾ ഞാൻ എണീറ്റിട്ട് വായിക്കോട്ടായും വെച്ച് പോയി പ്രാർത്ഥന ചെല്ലുവല്ല ചെയ്യുന്നത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭക്തിയോടും ശുദ്ധിയോടും കൂടെ ചെല്ലാൻ. ഞാൻ ആ വെള്ളം എടുത്ത് കുളിച്ച് ശുദ്ധി വരുത്തി 2 കൈയും വിരിച്ച് പിടിച്ച്
എൻ്റെ വീടിൻ്റെ 5 മിനിറ്റ് അകലെ എനിക്ക് വേറൊരു വീടുണ്ട് വിൽക്കാനിട്ടേക്കുന്നതും. ആ വീട്ടിലോട്ട് ഞാൻ ആ 3 മണിക്ക് നടന്നു പോകും. വീട്ടുകാർ പറയും ഈ സമയത്ത് നടന്നു പോകല്ലെന്ന്. ഞാൻ നടന്നു പോകും. കാരണം എനിക്ക് ഒച്ചയിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഇറങ്ങി വരണം. ഞാൻ മുട്ടയെ നീന്തി 2 കൈയും വിരിച്ച് പിടിച്ച് ഈ രഹസ്യം, ഒരു രഹസ്യമല്ല 4 രഹസ്യവും 3:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:45 വരെ കൈ വിരിച്ച് പിടിച്ച് ജപമാല ചെല്ലും. ഈ 4 രഹസ്യവും. അത് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന 4:45 ആകുമ്പോൾ ചെല്ലും. അത് കഴിഞ്ഞാൽ ബൈബിൾ വായനയാണ് 5 തൊട്ട് 5:30 വരെ. ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുവാണ്. ഞാൻ ബൈബിൾ വായിച്ച് ഒഴുകുവാണ്. ആ ബൈബിൾ വചനം കേട്ടാൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ പിള്ളേർക്കൊക്കെ മടിയാണ്. പക്ഷേ എൻ്റെ ബൈബിൾ വാചന കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുവാണ്. എൻ്റെ ഈ കൊച്ചു പറയും, പപ്പ ഇന്നലെ ഇതല്ലേ വായിച്ചെന്ന്. കാരണം അത്രയ്ക്കും ഞാൻ ഒഴുകിയാണ് ബൈബിൾ വായിക്കുന്നത്. ഇതെനിക്ക് പഠിക്കാൻ സാധിച്ചത് എൻ്റെ വികാരിയച്ഛൻ്റെ, ഞങ്ങളുടെ ഇടവക വികാരിയച്ഛൻ ബൈബിൾ വായിക്കുന്നത് അങ്ങനെയാണ്. അത് കേട്ടാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ 6 മണിക്കത്തെ കുർബാനയ്ക്ക് നേരെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോകും. അച്ഛൻ്റെ കുർബാനയും കൂടി അത് കഴിഞ്ഞ് സെമിത്തേരി കയറി അവർ എവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് എൻ്റെ കൊച്ചിനെ സ്കൂളിൽ പോകാൻ ഒരുക്കും. അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കോട്ടയത്തുള്ള അനാഥാലയത്തിലാണ്. അവിടെ 70 പേരുണ്ട്, പ്രായം ചെന്നവരും ഒട്ടും വയ്യാത്തവരുമായിട്ടുള്ളത്. ആഴ്ചയിൽ 3 ദിവസം ഞാൻ അവിടെ പോകും. അവിടെ ചെന്നാൽ 9:30 ആകുമ്പോൾ ചെന്നാൽ ചുമ്മാ അവിടെ സ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കൂലിപ്പണി ചെയ്യുന്നവരെക്കാളും വേർത്ത് ജോലി ചെയ്യുക. 17 പേരെ ഞാൻ ഒരു ദിവസം കുളിപ്പിക്കും. അതായത് കാല് മുഴുവൻ പുണ്ണായിട്ടുള്ളവർ, മോഷനും യൂറിനും എല്ലാം പോയിട്ട് പാമ്പേഴ്സ് തലേ ദിവസത്ത് നിറഞ്ഞ് ഭയങ്കരമായിട്ട് സ്മെല്ലുള്ളത്. അച്ഛൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില വീടുകളിൽ ഇതിനു വേണ്ടി പ്രായം ചെന്നവരെ കുർബാന കൊടുക്കാൻ പോകുമ്പോൾ കഫം തളയ്ക്കുന്ന മണം കേട്ടാൽ വല്ലാതെ ഛർദ്ദിക്കുമെന്ന്. ആദ്യത്തെ 1-2 പ്രാവശ്യം എനിക്കങ്ങനെ ബുദ്ധിമുട്ടെങ്കിലും ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് നല്ല രീതിയിൽ അവരെ തേച്ച് കഴുകി കുളിപ്പിക്കും. കയ്യെ കൂടെ വെള്ള കളറുള്ള പുഴു ഒഴുകി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് ആ അപ്പച്ചന്മാരെ 17 പേരെയും കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി അവിടെ ഇരുത്തും. അത് കഴിഞ്ഞാൽ ചെല്ലുന്നത് നേരെ അമ്മച്ചിമാരുടെ അടുത്തോട്ടാണ്. പ്രായം ചെന്ന അമ്മച്ചിമാരാണ്. 96 വയസ്സ് 95 വയസ്സുള്ളതാണ്. ആ മുറിക്കകത്തോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല. അതുപോലെ യൂറിൻ്റെ സ്മെല്ലാണ്. അവർ വൃത്തിയാക്കി ഇടാഞ്ഞിട്ടല്ല, കാരണം ഇവർക്ക് യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ണ് കാണാൻ മേല. ഞാൻ അമ്മച്ചിയെ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ മോൻ വന്നോ എന്ന് ചോദിക്കും അമ്മ. ഞാൻ ചെന്ന് വെള്ളം ചൂടാക്കി അവരെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം മേത്തോട്ട് മൊത്തം ഒഴിക്കുമല്ല, കാലയിൽ ആദ്യം കുറച്ചൊഴിക്കും. കാരണം നല്ല ചൂട് വേണം. ഇത്രയും പ്രായമായവരാണ്. അവർക്ക് ആ വെള്ളം ഒഴിച്ചൊഴിച്ച് പതുക്കെ മുകളിലോട്ടാക്കി നല്ലതായിട്ട് കുളിച്ച് തോർത്തി നല്ല ഡ്രസ്സ് വിടിയിച്ച് അവരെ കടത്തും. അവൻ്റെ കൊച്ചിൻ്റെ ക്യൂട്ടക്സ് എടുത്തുകൊണ്ട് പോയി കാലേ ക്യൂട്ടക്സ് ഇട്ട് കൊടുക്കും. പഴയ കാലത്തെ പാട്ട് പാടി അവരെ കേൾപ്പിക്കും, ഡാൻസ് കളിച്ച് കാണിക്കും. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. പിന്നെ പത്രം എല്ലാ മാസവും 4 കെട്ട് പത്രം വാങ്ങിക്കും. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എൻ്റെ കൊച്ച് അപ്പുറത്തെ സൈഡിൽ, ഞാൻ ഇപ്പുറത്ത് നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കും. കൊച്ചിന് പറയാൻ അറിയത്തില്ല എങ്കിലും പറയും, ഈ പത്രം വായിക്കണം അമ്മ, ഒത്തിരി അനുഗ്രഹം തരുമെന്ന് പറയും. ഇന്നലെ ഞങ്ങൾ കൊടുക്കാൻ പോയി. അപ്പോൾ ഇവൾ പറഞ്ഞു, പത്രം 3-4 പേര് വാങ്ങിച്ചില്ല, എനിക്കിനി കൊടുക്കാൻ മടിയാ പപ്പ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, കൊച്ചവിടെ നിന്ന് കൊടുത്തോ, അമ്മ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതുപോലെ രീതിയിലാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കൊട്ട നിറച്ച് അമ്മ തന്നു വിടുന്നത്. ഇനി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവായ ദൈവത്തിനും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ വല്ല അനുഭവത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതിൻ്റെ കാരണം പറഞ്ഞു, അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെ നമ്മൾ അവർ പറഞ്ഞില്ലെങ്കിൽ അവരോട് അവർ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ പറയുവാനായിട്ട് നമ്മളിവിടുന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പറയുകയോ ചെയ്യും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ആവശ്യത്തിലേറെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ സഭയിൽ ലഭ്യമാണ്. ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ നൊവേനകളായിട്ടും ജപമാലകളുടെ വിവിധ ഫോമുകളായിട്ട് ലഭ്യമാണ്. പക്ഷേ അതിനുമപ്പുറം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെടുക്കുന്നവർ മാത്രമേ, അച്ഛൻ്റെ നിർബന്ധം അതാണ്, ഉടമ്പടി എടുക്കാൻ വരുന്നവർ വെറുതെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ചിലവഴിച്ചിട്ട് പോകല. അതിൻ്റെ പിന്നിൽ ഇപ്പം ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ ബലമുണ്ട്. അത് ജപം, അപ്പോൾ 20% പ്രാർത്ഥന എന്ന് അച്ഛൻ എപ്പോഴും 80% പ്രവർത്തനം. അപ്പം ഇവിടെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നത് നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട അച്ഛന് ബോധ്യപ്പെടാൻ കാരണം, ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ട ഇത്രയും പേർക്ക് അവർ ചിലപ്പോൾ ഒരു ദിവസം ഒരു അനാഥാലയത്തിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതല്ല, അതിനുമപ്പുറം ചെയ്യുന്നവരുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ
അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടായെന്നുള്ള വലിയ ബോധ്യപ്പെടലിൽ നിന്നാണ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഉടമ്പടി എടുക്കുന്നവരുടെ അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പം ഈ വ്യക്തിയുടെ അല്ല, ചില വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഇതുപോലെ. അവരാദ്യം ഈ മകൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്കെല്ലാവർക്കും ഒരു അറപ്പും മടുപ്പും ഒക്കെ തോന്നുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾ 2 രീതിയിലുണ്ടല്ലോ. ഒന്ന് പേരിന് പോയി ചെയ്തു എന്ന് വെക്കാം, രണ്ടാമത്തത് മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് സമയം കണ്ടെത്തി ആഴമായിട്ട് ചെയ്യാം. അത് അവസാനം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അനുഗ്രഹം ദൈവം തരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും തന്നെ ഇങ്ങനെ സമയം കണ്ടെത്തി ചെയ്യുന്നവരാണ്. ചില സാക്ഷ്യങ്ങളിൽ അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എന്ന് മാത്രം. ചില വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങളിലും അവർ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പോയിട്ട് കണ്ട് ചിരിച്ചിട്ട് വരികയല്ല, ഞാൻ അവിടെ പോയി അവളുടെ ബാത്റൂമും എല്ലാം ക്ലീനാക്കി അവരോട് സംസാരിച്ച് സംഭവം ഇങ്ങനെ ഒരു പരിചയമില്ലാത്തതുകൊണ്ട്. ഇപ്പം ഇന്ന് ലത്തീൻ രീതിയിലുള്ള സുവിശേഷം നിങ്ങൾ രാവിലെ കുർബാനയ്ക്കുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളൊരു വിരുന്ന് നടത്തുമ്പം നിങ്ങളുടെ സ്നേഹിതരെയോ ധനികരെയോ ബന്ധുമിത്രാദികളെ അല്ല വിളിക്കേണ്ടത്, നിങ്ങൾക്ക് പകരം ചെയ്യാൻ ഉറപ്പില്ലാത്തവരെ. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. അപ്പോൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഒച്ചത്തിൽ ബൈബിൾ വായിച്ചപ്പം ഇങ്ങനെ ഒരുപാട് സമയവും ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. അതൊക്കെ ഇങ്ങനെ പേരിന് ചെയ്തതുമല്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ കുഞ്ഞും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൂടെ നിൽക്കണുണ്ട്. അപ്പോൾ ഉടമ്പടി എടുത്തത് ഒരു കുടുംബത്തിന് വേണ്ടിയാണ്, അതും വ്യക്തമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടതും എങ്ങനെയാണ് മാതാവുമായിട്ടും ഈശോയായിട്ടൊക്കെ അടുക്കാനായിട്ട് ഇത് സഹായിച്ചതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് എല്ലാ രീതിയിലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസഹായത്തിൽ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് വരെ ലഭിച്ച എല്ലാ അനുഗ്രഹം പ്രതി ഈ സഹോദരനെ പ്രതിയും ഈ സഹോദരൻ നമുക്ക് നൽകിയ പ്രചോദനമായ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.